ഒരു വ്യക്തി നിങ്ങളുടെ സ്വപ്നത്തിൽ വരുമ്പോൾ അത് ആ വ്യക്തിയുടേതിനെ അർത്ഥമാക്കുന്നു. സ്വപ്നങ്ങളെല്ലായ്പ്പോഴും മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്നാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി തത്വചിന്തകർ, മനഃശാസ്ത്രജ്ഞർ, ആത്മീയ അന്വേഷകർ എന്നിവർ അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലർ സ്വപ്നങ്ങളെ ഉപബോധ മനസ്സിന്റെ മന്ത്രിപ്പുകളെന്ന് വിളിക്കുന്നു. ചിലരവയെ ആത്മാവിൽ നിന്നുള്ള സന്ദേശങ്ങളെന്ന് വിളിക്കുന്നു. മറ്റുള്ളവർ അവ തലച്ചോറിന്റെ ക്രമരഹിതമായ മിന്നലുകൾ മാത്രമാണെന്ന് പറയുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് ഇത് പറയട്ടെ, ഒരു വ്യക്തി നിങ്ങളുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അതൊരിക്കലും അർത്ഥശൂന്യമല്ല. എല്ലായ്പ്പോഴും ഒരു കാരണമുണ്ട്. ഉള്ളിലെപ്പോഴും ഒരു സന്ദേശം മറഞ്ഞിരിക്കുന്നു. ആരെങ്കിലും നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് വരുമ്പോൾ അതിനർത്ഥം നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് പോലും നിങ്ങളോട് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നുവെന്നാണ്. അതെല്ലായ്പ്പോഴും വ്യക്തമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ അത് സ്നേഹമാണ്, ചിലപ്പോൾ അത് വേദനയാണ്, ചിലപ്പോൾ അത് പൂർത്തിയാകാത്ത വികാരങ്ങളാണ്, ചിലപ്പോൾ അത് ശുദ്ധമായ ആഗ്രഹമാണ്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ഉണർന്നിരിക്കുന്ന മനസ്സിന് അവഗണിക്കാൻ കഴിയാത്ത വിധത്തിൽ ആ വ്യക്തി നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഈ ലോകത്തിലെ കോടിക്കണക്കിന് മുഖങ്ങളിൽ നിന്ന് നിങ്ങളുടെ സ്വപ്നം ആ ഒരു മുഖം തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ്? നിലവിലില്ലാത്ത ഒരു സ്ഥലത്ത് ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് നടക്കുന്നത് നിങ്ങൾ കാണുന്നത് എന്തുകൊണ്ടാണ്? സ്വപ്നത്തിൽ അവരുടെ സാന്നിധ്യം യാഥാർത്ഥ്യത്തെക്കാൾ യഥാർത്ഥമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം ലളിതമാണ്, എങ്കിലും ശക്തമാണ്. കാരണം നിങ്ങളുടെ ഹൃദയം ഇപ്പോഴും അവർക്കായി എന്തോ ഒന്ന് കരുതിവച്ചിരിക്കുന്നു. ഉപബോധ മനസ്സ്. നിങ്ങളുടെ ബോധമനസ്സ് ജലത്തിന്റെ ഉപരിതലം പോലെയാണ്, ശാന്തവും യുക്തിസഹവുമാണ്. എന്നാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് ആഴക്കടൽ പോലെയാണ്. അത് വികാരങ്ങൾ, ഭയങ്ങൾ, ആഗ്രഹങ്ങൾ, ഖേദങ്ങൾ, ഓർമ്മകൾ എന്നിവയെല്ലാം നിശബ്ദതയിൽ സൂക്ഷിക്കുന്നു. സ്വപ്നങ്ങൾ ആ ഉപരിതലത്തിലെ ചെറിയ വിള്ളലുകൾ പോലെയാണ്. മറഞ്ഞിരിക്കുന്നവ പുറത്തുവരാൻ അനുവദിക്കുന്നു. ഒരു വ്യക്തി നിങ്ങളുടെ സ്വപ്നത്തിൽ വരുമ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾ പൂർണ്ണമായി പ്രോസസ്സ് ചെയ്യാത്തത് നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളെ കാണിക്കുന്നു. ഒരുപക്ഷേ അത് നിങ്ങൾ ഒരിക്കലും പ്രകടിപ്പിക്കാത്ത സ്നേഹമായിരിക്കാം. ഒരുപക്ഷേ നിങ്ങൾ ഒരിക്കലും നൽകാത്ത ക്ഷമയായിരിക്കാം. ഒരുപക്ഷേ നിങ്ങൾ ഒരിക്കലും പറയാത്ത വാക്കുകളായിരിക്കാം. ഒരുപക്ഷേ നിങ്ങൾ ഇപ്പോഴും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബന്ധമായിരിക്കാം. സ്വപ്നങ്ങൾ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പുറത്തുവരുന്ന ഘട്ടമായി മാറുന്നു. ഊർജ്ജബന്ധം. ചിലപ്പോൾ നിങ്ങൾ ഒരാളെക്കുറിച്ച് സ്വപ്നം കാണുകയും അടുത്ത ദിവസം അവർ നിങ്ങൾക്ക് സന്ദേശം അയയ്ക്കുകയോ അപ്രതീക്ഷിതമായി അവരെ കാണുകയോ ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലരിതിനെ യാദൃച്ഛികത എന്ന് വിളിക്കുന്നു. എന്നാൽ നിങ്ങൾ കൂടുതൽ ആഴത്തിൽ നോക്കിയാൽ ജീവിതം തന്നെ ഒരു ഊർജ്ജവിനിമയമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഒരു വ്യക്തി നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഊർജ്ജവും അവരുടെ ഊർജ്ജവും ഇപ്പോഴും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നർത്ഥമാക്കാം. ചിലപ്പോൾ രണ്ടാത്മാക്കൾ അദൃശ്യമായ നൂലുകളിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കില്ലായിരിക്കാം. വർഷങ്ങളോളം നിങ്ങൾ പരസ്പരം കാണില്ലായിരിക്കാം. പക്ഷെ ആ അദൃശ്യ നൂലുകൾ ശക്തമായി തുടരുന്നു. യുക്തിയെ വെല്ലുവിളിക്കുന്ന ഒരു ബന്ധത്തെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ആ നൂലുകൾ നിങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കുന്നത് സ്വപ്നങ്ങളാണ്. പൂർത്തിയാകാത്ത ബിസിനസ്. പലപ്പോഴും നിങ്ങളുടെ സ്വപ്നത്തിൽ ഒരാൾ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾ രണ്ടുപേർക്കുമിടയിലുള്ള എന്തോ ഒന്ന് അപൂർണമായതുകൊണ്ടാണ്. ഒരുപക്ഷെ നിങ്ങൾ അടച്ചുപൂട്ടൽ ആഗ്രഹിച്ചു, പക്ഷെ ഒരിക്കലും ലഭിച്ചില്ല. ഒരുപക്ഷെ നിങ്ങൾ ഉത്തരങ്ങൾ ആഗ്രഹിച്ചു, പക്ഷേ ഒരിക്കലും ലഭിച്ചില്ല. ഒരുപക്ഷെ നിങ്ങൾ പിടിച്ചു നിൽക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ ഉപേക്ഷിക്കേണ്ടി വന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സിന് പൂർത്തിയാകാത്ത കഥകൾ ഇഷ്ടമല്ലായിരിക്കാം. നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ടിരുന്നതിനെ നേരിടുന്നതുവരെ അത് ആ വ്യക്തിയെ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നു. ആരെങ്കിലും നിങ്ങളുടെ സ്വപ്നത്തിൽ വന്നാൽ നമുക്കിടയിൽ ഏതധ്യായം ഇപ്പോഴും തുറന്നിരിക്കുന്നുവെന്ന് പലപ്പോഴും സ്വയം ചോദിക്കാറുണ്ട്. ഏതൊക്കെ വാക്കുകൾ പറയപ്പെടാതെ തുടരുന്നു? ഏത് വികാരമാണ് പ്രകടിപ്പിക്കപ്പെടാതെ കിടക്കുന്നത്? സ്വപ്നങ്ങൾ ക്രമരഹിതമല്ല, അവ പൂർത്തീകരണത്തിനുള്ള ആഹ്വാനങ്ങളാണ്. നിങ്ങളെക്കുറിച്ചുള്ള പ്രതിഫലനങ്ങൾ. ഇതാ മറ്റൊരു സത്യം. ചിലപ്പോൾ ഒരു വ്യക്തി നിങ്ങളുടെ സ്വപ്നത്തിൽ വരുമ്പോൾ അത് യഥാർത്ഥത്തിൽ അവരെക്കുറിച്ചല്ല, അത് നിങ്ങളെക്കുറിച്ചാണ്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്തെങ്കിലും കാണിക്കാൻ നിങ്ങളുടെ മനസ്സ് അവരുടെ ചിത്രം ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, ഒരിക്കൽ നിങ്ങളെ ആഴത്തിൽ സ്നേഹിക്കാൻ പ്രേരിപ്പിച്ച ഒരാളെക്കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണുന്നുവെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളുടെ ആത്മാവ് നിങ്ങളിപ്പോഴും സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ടാകാം. നിങ്ങളെ വേദനിപ്പിച്ച ഒരാളെക്കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണുന്നുവെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ വേദനയിൽ നിന്ന് സുഖം പ്രാപിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടാകാം. നിങ്ങളെ പ്രചോദിപ്പിച്ച ഒരാളെക്കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണുന്നുവെങ്കിൽ, അത് ഉയരങ്ങളിലേക്ക് ഉയരാനുള്ള നിങ്ങളുടെ ഓർമ്മപ്പെടുത്തലായിരിക്കാം. അതിനാൽ ആരെങ്കിലും നിങ്ങളുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ എന്തുകൊണ്ടെന്ന് മാത്രം ചോദിക്കരുത്. ഈ സ്വപ്നം എന്നെക്കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ചോദിക്കുക. ആത്മീയാർത്ഥം.
പല ആത്മീയ പാരമ്പര്യങ്ങളും സ്വപ്നങ്ങൾ മാനസികം മാത്രമല്ല ആത്മീയ അനുഭവങ്ങളുമാണെന്ന് വിശ്വസിക്കുന്നു. ചിലർ പറയുന്നത് നിങ്ങൾ ഒരാളെ സ്വപ്നം കാണുമ്പോൾ അവരുടെ ആത്മാവും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നാണ്. ചിലർ പറയുന്നത് നിങ്ങൾ ഇരുവരും ഭൗതിക ലോകത്തിനപ്പുറത്തുള്ളൊരു ഉയർന്ന തലത്തിൽ കണ്ടുമുട്ടിയെന്നാണ്. നിങ്ങൾ ആത്മീയതയിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് ഉറപ്പാണ്. ഒരു കാര്യം ഉറപ്പാണ്, സ്വപ്നങ്ങൾക്ക് യുക്തികരമായി നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നതിനേക്കാൾ വളരെ അപ്പുറമുള്ള അർത്ഥമുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ സ്വപ്നത്തിലെ വ്യക്തി ഒരു ആത്മകരാറിനെ, ഒരു വിധിയെ, പ്രണയത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാഠത്തെ പ്രതിനിധീകരിക്കാം. നിങ്ങളുടെ സ്വപ്നത്തിൽ ആരെങ്കിലും പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ ഏറ്റവും സാധാരണമായ കാരണത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. സ്നേഹം. നിങ്ങൾ ഒരാളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുമ്പോൾ, അവർ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരിടം പിടിക്കുമ്പോൾ, നിങ്ങളുടെ മനസ്സ് അവരെ എല്ലായിടത്തും കൊണ്ടുപോകും, നിങ്ങളുടെ ഉറക്കത്തിൽ പോലും. അവർ നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടാൽ, ഒരുപക്ഷെ അത് നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് കാണിക്കുന്നത് നിങ്ങളുടെ ഹൃദയമായിരിക്കാം. നിങ്ങളുടെ സ്വപ്നത്തിൽ അവർ നിങ്ങളെ വിട്ടുപോകുന്നത് നിങ്ങൾ കാണുന്നുവെങ്കിൽ, അത് അവരെ നഷ്ടപ്പെടുത്തുമോ എന്ന നിങ്ങളുടെ ഭയം കൊണ്ടായിരിക്കാം. വളരെ കാലത്തിനു ശേഷം അവർ തിരിച്ചുവരുന്നത് നിങ്ങൾ കാണുന്നുവെങ്കിൽ, ഒരുപക്ഷെ അത് നിങ്ങളുടെ പുനഃസമാഗമത്തിന്റെ പ്രതീക്ഷ കൊണ്ടായിരിക്കാം. സ്വപ്നങ്ങൾ കള്ളമാകില്ല. ഒരു വ്യക്തി നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് മടങ്ങിവരുന്നുവെങ്കിൽ, അത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് മായ്ക്കാൻ കഴിയാത്ത ഒരു സ്ഥാനം വഹിക്കുന്നതുകൊണ്ടാണ്. വേദനയെക്കുറിച്ച് പറയുമ്പോൾ, ചിലപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളിൽ വരുന്ന ആളുകൾ നമ്മെ സന്തോഷിപ്പിച്ചവരല്ല, മറിച്ച് നമ്മെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചവരായിരിക്കും. അതിനും അർത്ഥമുണ്ട്. നിങ്ങളുടെ ആത്മാവ് ഇപ്പോഴും മുറിവ് പേറുന്നു എന്നാണ് അതിനർത്ഥം. നിങ്ങളുടെ ഹൃദയം ഇപ്പോഴും ഉത്തരങ്ങൾക്കായി രക്തം വാർന്നൊലിക്കുകയാണ് എന്നാണിതിന്റെ അർത്ഥം. നിങ്ങൾ ഇതുവരെ വേദന വിട്ടയച്ചിട്ടില്ലാത്തതിനാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് വേദന വീണ്ടും ആവർത്തിക്കുന്നു എന്നാണിതിന്റെ അർത്ഥം. ഒരുപക്ഷേ സുഖപ്പെടാനുള്ള സമയമാണിതെന്ന് സ്വപ്നം നിങ്ങളോട് പറയുന്നുണ്ടാകാം. ഉപേക്ഷിക്കാനുള്ള സമയമാണിത്. ക്ഷമിക്കാനുള്ള സമയമാണിത്. അവർക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. സ്വപ്നത്തിന്റെ സന്ദേശം. അപ്പോൾ ഒരു വ്യക്തി നിങ്ങളുടെ സ്വപ്നത്തിൽ വരുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? അതിനർത്ഥം ഒരു ശക്തമായ സത്യമാണ്. അവർ നിങ്ങളുടെ ജീവിതത്തിലെ മറ്റൊരു പേര് മാത്രമല്ല. അവർ നിങ്ങളെ അത്രയധികം സ്പർശിച്ച ഒരാളാണ്. നിങ്ങളുടെ മനസ്സ് മറക്കാൻ ശ്രമിക്കുമ്പോഴും നിങ്ങളുടെ ആത്മാവ് അവരെ ഓർമ്മിക്കുന്നത്. അതിനർത്ഥം നിങ്ങൾക്ക് അനുഭവിക്കാൻ എന്തെങ്കിലുമുണ്ടെന്നും, പഠിക്കാൻ എന്തെങ്കിലുമുണ്ടെന്നും, അഭിമുഖീകരിക്കാൻ എന്തെങ്കിലുമുണ്ടെന്നുമാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതുവരെ ആ വ്യക്തി നിങ്ങളുടെ സ്വപ്നങ്ങളുടെ തിയേറ്ററിലേക്ക് മടങ്ങിവരും. അടുത്തതായി എന്തു ചെയ്യണം? അടുത്ത തവണ ആരെങ്കിലും പ്രത്യക്ഷപ്പെട്ട ഒരു സ്വപ്നത്തിൽ നിന്ന് നിങ്ങൾ ഉണരുമ്പോൾ അത് വെറുമൊരു സ്വപ്നമായി അവഗണിക്കരുത്. അതിനൊപ്പം ഇരിക്കുക. സ്വയം ചോദിക്കുക, ഈ വ്യക്തിയെക്കുറിച്ച് എനിക്കിപ്പോൾ എന്താണ് തോന്നുന്നത്? എന്റെ ഏതു ഭാഗമാണ് അവർ എന്നെ ഓർമ്മിപ്പിക്കുന്നത്? നമുക്കിടയിൽ ഇപ്പോഴും പൂർത്തിയാകാത്ത കഥയാണ് ഞാൻ നിലനിർത്തുന്നത്. കാരണം നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്കെതിരെയല്ലെന്ന് ഓർമ്മിക്കുക. അവ നിങ്ങൾക്കുള്ളതാണ്. അവ നിങ്ങളെ നയിക്കുന്നു, നിങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് നേരിടാൻ കഴിയാത്ത മറഞ്ഞിരിക്കുന്ന സത്യം കാണിച്ചു തരുന്നു. അന്തിമചിന്ത. അതിനാൽ ഒരു വ്യക്തി നിങ്ങളുടെ സ്വപ്നത്തിൽ വരുമ്പോൾ അത് എല്ലാറ്റിനുമുപരി ഒരു കാര്യത്തെ അർത്ഥമാക്കുന്നു. അവർ മറക്കപ്പെടുന്നില്ല. അവർ നിങ്ങളുടെ യാത്രയുടെ ഭാഗമാണ്. ഒരുപക്ഷേ സ്നേഹമായി, ഒരുപക്ഷേ ഒരു പാഠമായി, ഒരുപക്ഷേ വേദനയായി, ഒരുപക്ഷേ പ്രചോദനമായി. പക്ഷേ നിങ്ങളുടെ ആത്മാവിന് അവയിലൂടെ പഠിക്കാൻ എന്തെങ്കിലും ഉള്ളതിനാൽ അവർ അവിടെയുണ്ട്. സന്ദേശം മനസ്സിലാക്കിക്കഴിഞ്ഞാൽ, പാഠം സ്വീകരിച്ചു കഴിഞ്ഞാൽ, മുറിവുണക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. കാരണം സ്വപ്നങ്ങൾ വെറും രാത്രിയുടെ കഥകളല്ല. നിങ്ങൾ ആരാകണമെന്നാഗ്രഹിക്കുന്നതിലേക്ക് നിങ്ങളെ നയിക്കുന്ന നിങ്ങളുടെ ആത്മാവിന്റെ മന്ത്രങ്ങളാണവ. തിളക്കം. അതിനാൽ അടുത്ത തവണ ആരെങ്കിലും നിങ്ങളുടെ സ്വപ്നം കാണുമ്പോൾ അതിനെ യാദൃശ്ചികമായി മാത്രം കാണരുത്. അതിനെ ഒരു സന്ദേശമായി കാണുക. അതിനെ ഒരു അടയാളമായി കാണുക. നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ആത്മാവായി കാണുക. കാരണം ഓരോ സ്വപ്നത്തിനും ഒരു അർത്ഥമുണ്ട്. അതിൽ ഓരോ വ്യക്തിക്കും ഒരു ലക്ഷ്യമുണ്ട്. മനസ്സിന്റെയും ഹൃദയത്തിന്റെയും മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ജിജ്ഞാസയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓണാക്കുന്നത് ഉറപ്പാക്കുക. അങ്ങനെ നിങ്ങൾ ജീവിതത്തെ കാണുന്ന രീതിയെ മാറ്റാൻ കഴിയുന്ന ഒരു വസ്തുതയും നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല.